ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് മാത്രമല്ല പിൽക്കാലത്ത് വന്ന ഒരൊറ്റ മുസ്ലിം ഭരണാധികാരിയും ആ കരാറിനെ നേർപ്പിച്ചെഴുതിയില്ല. ആ കരാർ അനുസരിച്ച് അവിടെ ജൂതന്മാര് വന്നു, ആരാധനകൾ നടത്തി, അങ്ങനെ മനോഹരമായി ജീവിച്ചു മുന്നോട്ടു പോയി. ആ കരാറിനെ പറ്റിയില്ല. പിന്നീട് ഫലസ്തീൻ മുസ്ലിങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടമായി. എപ്പോഴാണ് പിന്നെ പ്രശ്നം ഉണ്ടായി തുടങ്ങുന്നത്? ഫലസ്തീനിൽ പ്രശ്നം ഉണ്ടാവുന്നത് 1800കളുടെ അവസാനമാണ്. 1800കളുടെ ഒടുവിലാണ് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ള ജൂതന്മാർ ഫലസ്തീനിലെ അറബികൾക്കിടയിലേക്ക് താമസിക്കാൻ വരുന്നത്. അവരവിടെ ലാൻഡ് വാങ്ങിയിട്ട് ഉള്ള സ്ഥലം വളച്ചുകെട്ടി അതിന്റെ ഇടയിൽ ജീവിതം ആരംഭിക്കുന്ന കാലമാണ്. 1897 ലോക സിയോണിസ്റ്റ് സമ്മേളനം നടന്നു. ഞാൻ ആ സമ്മേളനത്തെ കുറിച്ച് ഇപ്പോൾ ഓർക്കാൻ ഒരു കാരണമുണ്ട്, അതുകൂടി പറഞ്ഞ് ബാക്കി ഭാഗങ്ങളിലേക്ക് വരാം. 1897 സിയോണിസ്റ്റ് സമ്മേളനത്തിൽ ഒരു പ്രോട്ടോകോൾ പിറന്നു. ഒന്ന്, ലോകത്ത് അധികാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അധികാര രാഷ്ട്രീയത്തിനു വേണ്ടിയിട്ട് എന്ത് അക്രമവും എന്ത് വഞ്ചനയും ഏത് കുറുക്കുവഴിയും സ്വീകരിക്കുക, കൈക്കൂലി കൊടുക്കേണ്ടി വന്നാൽ കൈക്കൂലി കൊടുക്കുക. സിയോണിസ്റ്റ് പ്രോട്ടോകോളിലെ ഒന്നാമത്തെ നിയമം. സിയോണിസ്റ്റ് പ്രോട്ടോകോളിന്റെ രണ്ടാമത്തെ നിയമം, ലോകത്തെ ജനങ്ങളെയൊക്കെയും നിയന്ത്രിക്കുന്നതിൽ പത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് പത്രങ്ങളിലൂടെ നമ്മൾ തീജ്വാലകളായി ജ്വലിക്കുക, പത്രങ്ങളിൽ നിന്ന് നമ്മൾ ഖനികൾ കൊയ്യുക. പത്രങ്ങൾ നമ്മുടെ വരുതിയിലാക്കിയിട്ട് അതിലൂടെ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചു വിട്ടുകൊണ്ട് നമ്മുടെ ആശയം നമ്മൾ നടപ്പാക്കുക. 1897 സിയോണിസ്റ്റ് പ്രോട്ടോകോൾ സ്വിറ്റ്സർലൻഡിൽ പിറന്നത് അങ്ങനെ. നമ്മുടെ നാട്ടിലെ മനോരമ കാണുമ്പോ, ഇന്നലത്തെയൊക്കെ മനോരമ കാണുമ്പോ ഈ വാർത്ത ഓർമ്മ വരികയാണ്. പാവങ്ങളായ ഫലസ്തീനികൾക്ക് മേൽ മിസൈലുകൾ വീണിട്ട് അവരെ ചികിത്സിക്കാൻ കൊണ്ടുപോയ ഹോസ്പിറ്റലുകൾ ആക്രമിക്കപ്പെട്ടു. അപ്പോഴും നമ്മുടെ മനോരമ പറഞ്ഞത് അത് ഇസ്രായേലിന്റെ റോക്കറ്റ് അല്ലാന്ന്. അവിടുത്തെ ക്രൈസ്തവ വിഭാഗങ്ങൾ നിർമ്മിച്ചു നൽകിയ ഹോസ്പിറ്റലിലേക്ക് പരിക്കേറ്റ മനുഷ്യരെ ചികിത്സിക്കാൻ കൊണ്ടുവന്നപ്പോ മനുഷ്യത്വം ഏതുമില്ലാതെ അതിലും മിസൈൽ ഇട്ടിട്ട് അതിനെ ന്യായീകരിക്കുന്ന പത്രം നമ്മുടെ നാട്ടിൽ. ആലോചിച്ചു നോക്കൂ, ഇന്ന് വാർത്തകൾ കിട്ടാൻ എത്ര വഴിയുണ്ട്. ഒരു വാർത്ത ശരിയാണോ എന്നറിയാൻ 100 കണക്കിന് വഴികളുള്ള കാലം. അതിന്റെ സോഴ്സുകൾ അന്വേഷിച്ചു പോയാൽ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളെ മനുഷ്യന്റെ വിരൽ തുമ്പിൽ കിട്ടുന്ന കാലത്തും ഇത്തരം നുണകൾ പറയുന്നത്. ആലോചിച്ചു നോക്ക്, നമ്മുടെ വീടിന്റെ വരാന്തകളിലേക്ക് രാവിലെ വരുന്ന പത്രങ്ങൾ പറയുന്ന നുണകൾ. മനുഷ്യന്റെ കൈകളിൽ വാർത്തകളെത്തുന്ന കാലത്ത്, മനുഷ്യന്റെ കൈകളിൽ വാർത്തകളെത്തുന്ന കാലത്ത് പോലും ഇത്തരം നുണകൾ പറഞ്ഞിട്ട് സിയോണിസ്റ്റ് രാഷ്ട്രത്തിനൊപ്പം ചേർന്ന് നിൽക്കണം. അത്ഭുതമൊന്നുമില്ല. നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടന്നപ്പോ വാഗൺ ട്രാജഡിയിൽ പെട്ടിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രവർത്തകർ മരണപ്പെട്ടു. ബ്രിട്ടീഷുകാര് കുറെ സ്വാതന്ത്ര്യ സമര പ്രവർത്തകരെ ഒരു വാഗണിലാക്കിയിട്ട്, ഒരു തീവണ്ടിയുടെ ബോഗിയിലാക്കിയിട്ട് ശ്വാസം മുട്ടി പിടഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികൾ മരണപ്പെട്ടു. പിറ്റേന്നത്തെ മനോരമയിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടി ചത്തു എന്നായിരുന്നു വാർത്ത. അതെഴുതിയ മനോരമയാണ് ഇത് എഴുതുന്നത്. നമുക്ക് പറയാനുള്ളത്, ലോകത്ത് വാർത്തകൾ കിട്ടാൻ ഒത്തിരി സോഴ്സുകളുള്ള ഈ കാലത്ത് ഇങ്ങനെ നുണകൾ പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കൃത്യമായി മനസ്സിലാക്കാൻ മാധ്യമങ്ങളെ വിലക്കെടുക്കുക, സമൂഹത്തിലെ എല്ലാ മേഖലകളിലേക്കും അക്രമത്തിലൂടെയും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും കയറുക എന്ന അജണ്ടയോടെ തുടങ്ങിയ സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന് 1948 ബ്രിട്ടൻ ഉണ്ടാക്കി കൊടുത്ത രാഷ്ട്രമാണ് ഇസ്രായേൽ. 948 ഇസ്രായേൽ. 948 1400 വർഷത്തെ മുസ്ലിങ്ങളുടെയും ജൂതന്മാരുടെയും ചരിത്രത്തിൽ എക്കാലവും ഫലസ്തീനിൽ മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ യുദ്ധമൊന്നുമില്ല. 1948 ലോകത്തിന്റെ എല്ലാ നീതിയെയും ന്യായത്തെയും മാറ്റിവെച്ചുകൊണ്ട് ബ്രിട്ടന്റെ തോക്കിന്റെ കുഴലിലൂടെ പിറന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ. അന്നു മുതൽ ഇങ്ങോട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പാവങ്ങളായ മനുഷ്യരെ കൊന്നു, പാവങ്ങളായ കുഞ്ഞുങ്ങളെ കൊന്നു, പാവങ്ങളായ സ്ത്രീകളെ നശിപ്പിച്ചു. അതുപോലെ അവിടുത്തെ ഓരോ സംവിധാനങ്ങളെയും കൈക്കലാക്കിയും ഒക്കെ വളർന്ന ഒരു രാജ്യത്തിന്റെ ചരിത്രമാണ് ഇത്. നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ട ആളുകളാണ്. ചരിത്രം നമ്മൾ വളരെ ശരിയായി മനസ്സിലാക്കണം. ഇന്നലകളിൽ ചരിത്രത്തിൽ എന്ത് നടന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ കലാം നോക്കൂ. പരിശുദ്ധമായ ഖുർആൻ ചരിത്രങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു തരുകയാണ്. കൃത്യമായ ചരിത്ര രേഖകളെ അവതരിപ്പിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുമ്പിൽ ആ ചരിത്രങ്ങളെ അവതരിപ്പിച്ചു.
പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പഠിപ്പിച്ചു തന്നു. എല്ലാ പ്രയാസങ്ങളുടെ കാലത്തും അതിജയിക്കാനുള്ള വഴിയും പഠിപ്പിച്ചു തന്നു. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിജീവിക്കാനുള്ള ഏറ്റവും വലിയ വഴി ഏതാണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ.